എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തൈര് ചേർത്തും ചേർക്കാത്തതുമായ രണ്ട് തരത്തിലുള്ള അവിയലാണ് നിങ്ങളിപ്പോൾ ഈ ഫോട്ടോയിൽ കണ്ടത്. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിയൽ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അവിയലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മുഴുവൻ പച്ചക്കറികളും ഇവിടെ എടുത്തിട്ടില്ല. എൻ്റെ കയ്യിലുള്ള കുറച്ച് പച്ചക്കറിയും കുറച്ച് മേടിച്ച പച്ചക്കറിയും ഉപയോഗിച്ചിട്ടാണ് അവിയൽ ഉണ്ടാക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് പറയാം. കുറച്ച് വെള്ളരിക്ക, കറി വെക്കുന്ന പച്ചക്കായ, നീളമുള്ള പയർ, മുരിങ്ങക്കോല്, ചേന, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം മത്തങ്ങ, ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. പയർ ചേർക്കുന്നത് കൊണ്ട് ബീൻസ് ഇവിടെ ചേർക്കുന്നില്ല. വഴുതനങ്ങ, പടവലങ്ങ, ചൊരയ്ക്ക, ഇങ്ങനെ പലരും പല പച്ചക്കറികളും ചേർക്കാറുണ്ട്. ഞാൻ ഇത്രയും പച്ചക്കറി ചേർത്തിട്ടാണ് ഇപ്പോൾ അവിയൽ ഉണ്ടാക്കുന്നത്. ഈ ചേനയ്ക്ക് കുറച്ച് വേവ് കൂടുതലാണ്, അതുകൊണ്ട് ചേന ആദ്യം തന്നെ ഒന്ന് മുറിച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഈ ചേന മുറിക്കുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിയലിന് വേണ്ട കഷ്ണങ്ങളുടെ ആ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ചൊറിയാത്ത ചേനയാണ്. ചൊറിയുന്ന ചേനയാണെങ്കിൽ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയതിന് ശേഷം വേണം ചേന ചെത്തിയെടുക്കാൻ. ചേനയെല്ലാം ഏകദേശം ഇവിടെ മുറിച്ചിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിൽ തന്നെ വേണം ബാക്കിയുള്ള പച്ചക്കറികളും മുറിച്ചെടുക്കാൻ. ചേനയെല്ലാം ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനിയൊന്ന് കഴുകിയെടുക്കാം. കുറച്ച് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കഴുകിയെടുത്ത ചേന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചേന മുക്കാൽ വേവാകുമ്പോൾ കോരി മാറ്റാം. വേവ് കൂടുതലുള്ള ചേനയായതുകൊണ്ടാണ് ഇതുപോലെ വേറെ വേവിച്ചെടുക്കുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് വേവുന്ന ചേനയാണെങ്കിൽ ബാക്കി പച്ചക്കറികൾ വേവിക്കുമ്പോൾ ആ കൂട്ടത്തിലിട്ട് വേവിച്ചെടുത്താൽ മതി. ഇത് പച്ചക്കായ മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. കളർ മാറാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ മുറിച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പയർ ഈ വലുപ്പത്തിൽ മുറിച്ചെടുക്കണം. ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ചെടുത്തിട്ടുണ്ട്. വളരെ ചെറിയ കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. വെള്ളരിക്ക നീളത്തിൽ മുറിച്ചത്, മുരിങ്ങക്കോല് മുറിച്ച് വെച്ചത്, ഇത് നേരത്തെ വേവിച്ച് വെച്ച ചേനയാണ്. മൺചട്ടിയിലാണ് ഇവിടെ അവിയൽ ഉണ്ടാക്കിയെടുക്കുന്നത്. മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൺചട്ടിയിൽ അവിയൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു 20 മിനിറ്റെങ്കിലും എടുക്കും. കുക്കറിലാണെങ്കിൽ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കിയെടുക്കാം. കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതിനാണ്. കിഴങ്ങും വാഴയ്ക്കായും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ക്യാരറ്റും മത്തങ്ങായും പയറും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. മുരിങ്ങക്കോലും വെള്ളരിക്കായും ഈ സമയം ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിന് വേവ് കുറവായതുകൊണ്ട് പച്ചക്കറികൾ പകുതി വെന്തതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അടുത്തതായിട്ട് ഇതിലേക്ക് ചേന ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേരുവകളെല്ലാം ചേർത്തതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്യാം. ഇതിനിയൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന അത്രയും പച്ചക്കറി ഉപയോഗിച്ച് അവിയൽ ഉണ്ടാക്കിയാൽ 5-6 പേർക്ക് കഴിക്കാനുള്ള അവിയൽ കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇതിലെ വെള്ളം തിളയ്ക്കുന്നത് വരെ ഒന്ന് തീ കൂട്ടിയിടാം. ഇപ്പോൾ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്ക് തീ ഒന്ന് കുറച്ചിട്ടതിന് ശേഷം അടച്ചു വെക്കാം. ഇപ്പോൾ പച്ചക്കറിയൊക്കെ പകുതി വേവായിട്ടുണ്ട്. ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുരിങ്ങക്കോലും വെള്ളരിക്കായും ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ആദ്യം ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു സമയത്ത് ചേർത്താലേ ആ ഒരു മണം അവിയലിന് കിട്ടുകയുള്ളൂ. പച്ചക്കറികൾ കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി അധിക സമയം ആവശ്യമില്ല. പച്ചക്കറികൾ വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയത്, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇവയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് ഒരുപാട് പേസ്റ്റ് പോലെ അരയ്ക്കുന്നില്ല. ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ പാകം മനസ്സിലാകും. ഈ ഒരു പരുവത്തിലാണ് തേങ്ങ അരച്ചെടുക്കേണ്ടത്. തേങ്ങ അരച്ചത് വെന്ത് വന്ന പച്ചക്കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അരപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള അവിയലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് തൈര് ചേർക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ ലൂസായിട്ട് കിട്ടും. തൈര് ചേർക്കാതെ ലൂസായിട്ടുള്ള അവിയൽ വേണമെന്നുള്ളവർക്ക് വേവിക്കുമ്പോൾ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
2 ടേബിൾ സ്പൂൺ വരെ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കഴിയുമ്പോഴാണ് അവിയലിൻ്റെ ശരിയായ അവിയലിൻ്റെ ആ മണം കിട്ടുന്നത്. എണ്ണ ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വെക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ അവിയലിൽ മുഴുവൻ ആ പച്ച വെളിച്ചെണ്ണയുടെ മണം കിട്ടുകയുള്ളൂ. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അവിയലിനി അടുപ്പത്തു നിന്നൊന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് തൈര് വേണ്ടവർക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കേണ്ടതിനാവശ്യമായ അവിയൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അവിയലിലേക്ക് 3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ സാധാരണ അവിയൽ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് അവിയൽ ഉണ്ടാക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് അവിയൽ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് അവിയൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.